കാടിനുള്ളിലാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് വനമന്ത്രി പറയുന്നത് തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരാഴ്ചക്കിടെ 5 പേർ മരിച്ചിട്ടും ഒരു നടപടിയുമില്ല, യോഗങ്ങളില്ല, പരിഹാരമാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞെട്ടിക്കുന്ന വാർത്തകളാണ് മലയോരത്തു നിന്നും വീണ്ടും വരുന്നത്. 3 ദിവസത്തിനുള്ളിൽ 4 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഒരാഴ്ചക്കിടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാരിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വനാതിർത്തികളിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന നടപടിയാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കാടിനുള്ളിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വെള്ളവും ഭക്ഷണവും കാട്ടിനുള്ളിൽ നൽകാൻ സംവിധാനം ഒരുക്കണം. ആന കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിലെ കാടുകളിൽ വെള്ളവും ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനം മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. നേരത്തെ കേരളവും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. കാടിനുള്ളിലാണ് വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് വനമന്ത്രി പറയുന്നത് തെറ്റാണ്. പ്ലാന്റേഷനിലും വയലിലുമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വനാവകാശ നിയമപ്രകാരം കാട്ടിനുള്ളിൽ ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അല്ലാതെ അതിക്രമിച്ച് കാട്ടിലേക്ക് കയറിയവരെയല്ല വന്യജീവികൾ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായത് കാടിന് പുറത്താണ്. വനാതിർത്തിക്ക് 15 കിലോമീറ്റർ ദൂരെ വന്യജീവി ശല്യമുണ്ട്. ആന ചവിട്ടിക്കൊന്നവരൊന്നും അതിക്രമിച്ച് കയറിയവരോ വേട്ടയാടലിന് പോയവരോ മാവോയിസ്റ്റുകളോ അല്ല. വനവിഭവം കൊണ്ട് ജീവിക്കാൻ നിയമപരമായി അവകാശമുള്ളവരാണ്. അവരെ മന്ത്രി എന്തിനാണ് പരിഹസിക്കുന്നത്? യോഗങ്ങൾ നടക്കുന്നതല്ലാതെ പരിഹാരമുണ്ടാകുന്നില്ല. കൂടുതൽ ആനയിറങ്ങി കൂടുതൽ പേർ മരിക്കുമെന്നാണോ മന്ത്രി പറയുന്നത്? ഒരാഴ്ചക്കിടെ 5 പേരെയാണ് വിവിധ സ്ഥലങ്ങളിൽ ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. സർവകക്ഷി യോഗം പോലും വിളിക്കാതെ സർക്കാർ നിസ്സംഗരായി ഇരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.